ബാരലിൽ വേസ്റ്റ് വെള്ളം കാനയിലേക്ക് ഒഴുകുന്നത് മൂലം ദുർഗന്ധം രൂക്ഷമാകുന്നതായി പരാതി. കോടനാട് കുറിച്ചിലക്കോട് സ്ഥിതി ചെയ്യുന്ന ഡ്യൂലാൻഡിനെതിരെയാണ് പരാതി. ഹോട്ടലും ബാറുമായി കോടനാട് കുറിച്ചിലക്കോട് റോഡിൽ പ്രവർത്തിക്കുന്ന ഡ്യൂലാൻഡിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം റോഡിലെ കാനയിലേക്ക് ഒഴുകുന്നത് മൂലം ദുർഗന്ധവും പരിസര മലിനീകരണവും രൂക്ഷമാണ്. പ്രദേശവാസികൾ പരാതി പറഞ്ഞു തുടങ്ങിയിട്ട് നാളുകളായി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതരും ഹെൽത്ത് ഇൻസ്പെക്ടറും സ്ഥലം സന്ദർശിക്കുകയും ഹെൽത്ത് ഇൻസ്പെക്ടർ DMOയ്ക്ക് റിപ്പോർട്ട് അയക്കുകയും ചെയ്തിട്ടുണ്ട്. DMOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന ഒരു പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്ത് കൂട്ടുനിൽക്കുകയില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് അരീക്കൽ അറിയിച്ചു. ഇവിടെ നമ്മുടെ അവിടുത്തെ കൂപ്പടി ഗ്രാമപഞ്ചായത്തിൽ തന്നെ അംഗമായിട്ടുള്ള 4ാം വാർഡ് മെമ്പർ ഒരു പരാതി എന്ന രൂപത്തിൽ ഒരു കമ്മിറ്റിയിൽ ഈ കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടനാട് ആരോഗ്യ കേന്ദ്രത്തിലെ HIA ഹെൽത്ത് ഇൻസ്പെക്ടറെ നമ്മൾ ആ ഹോട്ടലിലേക്ക് വിടുകയും അവിടെ പോയി പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ അവിടെ വരുന്ന വേസ്റ്റ് വാട്ടർ സെപ്റ്റിക് മാലിന്യവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ളതല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് പൊല്യൂഷൻ്റെ പേപ്പർ അവർക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ആ പൊല്യൂഷൻ്റെ പേപ്പർ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ആ പൊല്യൂഷൻ്റെ പേപ്പറും HIAയുടെ റിപ്പോർട്ടും കൂടി ബഹുമാനപ്പെട്ട DMOയ്ക്ക് അയച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട DMO ആ വിഷയത്തിൽ പേപ്പറിൻ്റെ സാധ്യതയും നിയമപരമായിട്ടുള്ള നിലനിൽപ്പും മറ്റുള്ള കാര്യങ്ങളും പരിശോധിച്ച ശേഷം അതിൽ തുടർ നടപടികൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൂടി ആലോചിച്ചെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനും ഗ്രാമപഞ്ചായത്ത് സഹകരിക്കുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്യുന്നതല്ല. ഇവരുടെ മാനേജ്മെൻറ്റിനോടും അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ വാക്കാൽ ആരാഞ്ഞിട്ടുണ്ട്, അവിടെ പോയി അന്വേഷിച്ചിട്ടുണ്ട്. ഇതിൽ ശാസ്ത്രീയമായിട്ടുള്ള ചില അന്വേഷണങ്ങൾ ആവശ്യമായതുകൊണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ട് വരട്ടെ എന്ന് വിചാരിച്ച് ഇപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുകയാണ്. അത് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ആ കാര്യത്തെ ഭരണസമിതി ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ആളുകളുടെ ഒരു പരാതി സ്ലാബിട്ട് മൂടാൻ പോകുന്നത് ഇപ്പം അവിടെ നിലവിൽ സ്ലാബിട്ട് മൂടാൻ പോകുന്ന PWയുടെ നേതൃത്വം നടക്കുന്ന ഒരു വർക്കാണ്. അവിടെ വർഷങ്ങളായിട്ടുള്ള ഒരു പരാതി, അവിടെ മേഖലയിലെ മറ്റൊരു പാറക്കുഴിയിൽ നിന്നുള്ള വാട്ടർ മഴ പെയ്യുമ്പോൾ ഓവർഫ്ലോ ആയിട്ട് ചെയ്ത് വരുന്നൊരു വെള്ളം വന്ന് റോഡ് തകർന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ റോഡ് തകരാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ കാന പണിത് ആ വെള്ളം കൽവെട്ട് വഴി താഴത്തേക്ക് വിടുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അതിൻ്റെ പണിയുടെ. അതുമായി ബന്ധപ്പെട്ട് വില്ലേജിൻ്റെ അവിടെ മുതൽ നേരത്തെ എടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റ്, ഇപ്പോൾ എടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റ് അല്ല, ഏതാണ്ട് ഒരു 60 മീറ്ററോളം എസ്റ്റിമേറ്റ് എടുത്തേക്കണതാണ്. അപ്പോൾ ആ എസ്റ്റിമേറ്റ് പ്രകാരമാണ് അവിടുത്തെ നിർമ്മാണം നടക്കുന്നത്. അവിടെ ഒരു സ്ലാബിട്ട് മൂടുന്ന രൂപത്തിൽ ഒരു പരാതി വന്നാൽ ആ കാര്യത്തിൽ സ്ലാബിട്ട് മൂടുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും ഇത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് സ്ലാബ് ഇടുന്നു. ആ സ്ലാബ് ഇടുന്നതിന് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ പഞ്ചായത്തിൻ്റെ യാതൊരു വിധ പിന്തുണയുമില്ല. അങ്ങനെ ജനങ്ങളുടെ പരാതി കിട്ടിയാൽ അവിടെ സ്ലാബ് ഇടാൻ പഞ്ചായത്ത് ഭരണസമിതി സമ്മതിക്കില്ല. കാരണം അത് ഒരു മറച്ചിട്ട് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യം നടന്നാൽ അതിനെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് പിന്തുണ കൊടുത്ത് അതിനെ സ്ലാബിട്ട് മൂടി അതിനെ പിന്തുണ കൊടുക്കുന്നൊരു പ്രവർത്തനം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും സാമൂഹിക പ്രവർത്തകരോ ഞങ്ങളുടെ അടുത്ത് സമീപിച്ചാൽ പരാതി പറഞ്ഞാൽ ആ കാര്യത്തിൽ പരാതിക്കാർക്കൊപ്പം ഞങ്ങളുണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ DMOയുടെ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമാണല്ലോ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ HIA അങ്ങനെ കൊടുത്തു എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഫോണിൽ വിളിച്ച് ഈ വിഷയം ചോദിച്ച് മനസ്സിലാക്കിയത്. ന്യൂസ് ബ്യൂറോ, കോടനാട്.